തിരുവനന്തപുരത്ത് എൽ.ഡി.എഫിന്റെ വി.കെ. മധു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റു. കൊല്ലത്ത് എൽ.ഡി.എഫിന്റെ ജഗദമ്മയും പത്തനംതിട്ടയിൽ യു.ഡി.എഫിന്റെ അന്നപൂർണയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. യു.ഡി.എഫ് അംഗങ്ങൾ വൈകി വന്നതിൽ പ്രതിഷേധിച്ച് പോത്തൻകോട് തെരഞ്ഞെടുപ്പ് തടസ്സപ്പെട്ടു. ജിതിൻ ചന്ദ്രൻ ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ജിതിൻ, വിശദാംശങ്ങൾ. അരുൺ, ദക്ഷിണ കേരളത്തിലെ 3 ജില്ലകളിലും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പുകളും ഒപ്പം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പുകളും ഏറെക്കുറെ കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ വി.കെ. മധു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റു കഴിഞ്ഞു. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായി പാങ്ങോട് നിന്നും വിജയിച്ച CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് വി.കെ. മധു. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റു. കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതേസമയം തന്നെ തിരുവനന്തപുരത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11 ബ്ലോക്കുകളിൽ 9 ഇടങ്ങളിലും LDFിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ സ്ഥാനമേൽക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തുകളിലും CPMനാണ് ഇവിടെ മുൻതൂക്കം. അവിടെയെല്ലാം LDFിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സ്ഥാനമേറ്റു. തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു അനിഷ്ട സംഭവമായി ചൂണ്ടിക്കാട്ടാനുള്ളത് പാങ്ങോട് ജില്ലാ പഞ്ചായത്തിൽ UDF അംഗങ്ങൾ വൈകി വന്നതിനെ തുടർന്ന് അവരെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF അംഗങ്ങൾ രംഗത്തെത്തുകയും ഇത് തർക്കത്തിന് വഴിവെക്കുകയും തുടർന്ന് അവിടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതുവരെയും പോത്തൻകോട് പഞ്ചായത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഇത് മാത്രമാണ് തിരുവനന്തപുരത്ത് എടുത്തു പറയാനുള്ള ഒരു അനിഷ്ട സംഭവം. ഒപ്പം കൊല്ലത്ത് LDFിന്റെ ജഗദമ്മ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റു കഴിഞ്ഞു. കൊല്ലത്ത് സമാനമായ സാഹചര്യമുള്ളത് നിലമേൽ പഞ്ചായത്തിലായിരുന്നു. നിലമേൽ പഞ്ചായത്തിൽ AI ഗ്രൂപ്പുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരസ്പരം മത്സരിച്ചിരുന്നത്. ഇവിടെ LDFിന്റെ പിന്തുണയോടുകൂടി A ഗ്രൂപ്പിന്റെ മുഹമ്മദ് കുഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയുണ്ടായി. പത്തനംതിട്ടയിൽ UDFിന്റെ അന്നപൂർണ ദേവിയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റത്. അപ്പം മറ്റിടങ്ങളിലൊന്നും തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. 11 മണിക്ക് തന്നെ എല്ലായിടങ്ങളിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നു. ഇനി 2 മണിക്കാണ് ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. എന്തായാലും ദക്ഷിണ കേരളത്തിലെ 3 ജില്ലകളിലും കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ പൊതുവെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.